കേരളമാകെ തുലയട്ടെ, കേരളമാകെ തുലയട്ടെ. നേതാക്കന്മാരെ ഈ നിതിൻ രാജിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ആകമാനം സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലുള്ള സമരം ചേർത്തല ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ അരൂർ മുതൽ പള്ളിപ്പുറം വരെയുള്ള 4 കേന്ദ്രങ്ങളിലാണ് ഈ ജാഥ നടത്തിയിട്ടുള്ളത്. ഇതിൻ്റെ സമാപനത്തിലേക്ക് കടക്കുകയാണ്. ഇനി ഒരു നിതിൻ രാജിൻ്റെ മരണം ഇവിടെ ആവർത്തിക്കാൻ പാടില്ലെന്ന് അസന്നിഗ്ധം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരളത്തിലെ 54ഓളം വരുന്ന ദളിത് സംഘടനകൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിലെ സവർണ്ണ മേധാവിത്വവും ഭരണകൂടവും ഈ സമരം കണ്ണു തുറന്ന് കാണണമെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിലേക്ക് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട OK സന്തോഷിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുകയാണ്. ബഹുമാനപ്പെട്ട ദളിത് പൊതുസമൂഹത്തിലുള്ള ജനവിഭാഗങ്ങളെ, നമ്മൾ ഈ സമരവുമായി നമ്മൾ മുന്നോട്ട് വന്നത് കേരളത്തിലെ ഒരാവേശത്തിന് ഒരു ബസ്സിന് നേരെ കല്ലെറിയാനോ സമൂഹത്തെ ഇവിടെ വഴിതെളിഞ്ഞു വെക്കാനോ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേരെ കൈയേറ്റം ചെയ്യാൻ വേണ്ടിയോ മറ്റ് ഇതര ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല വന്നത്. കേരളത്തിലെ ഇന്ത്യയിലാകമാനം നടക്കുന്ന ദളിത് പീഡനങ്ങൾ, പുരോഗമന വിദ്യാഭ്യാസ കാര്യങ്ങൾ മുന്നോക്കം നിൽക്കുന്നു എന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു വൃത്തികെട്ട സമൂഹമായി മാറിക്കൊണ്ടിരിക്കുന്ന കേരളീയ സമൂഹത്തിലെ ഇത്തരം പ്രവർത്തനങ്ങൾ നടമാടുമ്പോൾ അതിനെ പ്രതിഷേധിക്കേണ്ട ബാധ്യത ഈ കാലഘട്ടത്തിലെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങൾക്ക് പൊതുവായിട്ടുണ്ടാവേണ്ടതാണ്. പക്ഷേ എന്ന് വെച്ചാൽ വിചിത്രമെന്ന് പറയാമല്ലോ, ഇവിടെ എക്കാലവും പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ
മുന്നേറ്റത്തിന് വേണ്ടി നിന്നു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇവിടുത്തെ വിപ്ലവ പാർട്ടികൾക്കെല്ലാം അവരുടെ വീരം ചോർന്നു പോകും പഴയ കാല വിഷയങ്ങൾ വരുമ്പോൾ. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന ഈ നാട്ടിലെ എല്ലാ പൊതു ജനസമൂഹത്തോടു കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം ഞങ്ങളുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞങ്ങൾ മാത്രം ആകുന്നു എന്നൊരു സത്യമുണ്ടായിരുന്നു. പക്ഷേ ആ സത്യത്തെ പൊതുസമൂഹം എങ്ങനെ ഏറ്റെടുക്കുമെന്ന് അറിയാൻ വേണ്ടി ഈ 54ഓളം വരുന്ന ദളിത് സംഘടനകളുടെ ചേംബർ തീരുമാനിക്കുകയും ആ ചേംബർ 28-ാം തീയതി ഒരു ഹർത്താൽ നിശ്ചയിക്കുമ്പോൾ ആ ഹർത്താൽ നിശ്ചയിച്ചതിൻ്റെ ആശയം ഇപ്പോഴും ഇവിടെ ഐഡിക്കോ പോലീസിനോ മറ്റു മേധാവികൾക്കോ ആർക്കും തന്നെ അറിയാൻ പാടാത്തൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യം പൊതുസമൂഹം ഹർത്താലിനെ ഏറ്റെടുക്കുന്നത് 80% എതിർപ്പായിരിക്കും. 20% പാർട്ടി എടുക്കുന്നത് മാത്രമാണ് ഹർത്താലുകളെ ഏറ്റെടുക്കാറുള്ളത്. പക്ഷേ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, കേരളത്തിൻ്റെ പൊതുസമൂഹം 80% വരുന്ന ആൾക്കാരും ഈ ഹർത്താലിനെ അനുകൂലിക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള അതിദാരുണമായ, ഇത്തരത്തിൽ ഏറ്റവും വൃത്തിഹീനമായി ജാതിയും മതവും പറഞ്ഞ് ആളെ തല്ലിക്കൊല്ലുന്ന അല്ല ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളെ കൊണ്ടുപോകുന്ന ഈ നാട്ടിലെ വൃത്തികളായ മനുഷ്യനെ മാറ്റി നിർത്തപ്പെടേണ്ടതിൻ്റെ ആവശ്യകത ഒന്ന് ജനം മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു. അതെന്തായാലും കേരള സമൂഹം മനസ്സിലാക്കി എന്ന് ഞങ്ങൾ ഈ നിമിഷം വിശ്വസിക്കുകയാണ്. ഒന്നോർക്കുക, ഇനി ഇത്തരത്തിലുള്ള ഞങ്ങളുടെ കുട്ടികൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ ഈ തെരുവോരം മാത്രമല്ല സർവ്വതും ഒരു പോലീസ് സ്റ്റേഷൻ പോലും ചലിപ്പിക്കാത്ത രീതിയിലാണ് ഞങ്ങൾക്ക് കടത്തുകൂട്ടാൻ ഞാൻ കൂടുതലായൊന്നും പറയുന്നില്ല. പോലീസിനെയോ മറ്റ് നിയമ സംവിധാനങ്ങളെ വെച്ച് ഞങ്ങളെ കൂട്ടുവാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഈ രാജ്യത്ത് ഇന്ത്യക്ക് ഭരണഘടന ഉണ്ടാക്കാൻ ഞങ്ങളിലൊരാളുണ്ടായെങ്കിൽ ആ ഭരണഘടന വെച്ചുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ കോടതികളിലൂടെ ഞങ്ങൾക്ക് നീതി നേടിയെടുക്കാൻ ഞങ്ങൾ തയ്യാറാവും. അല്ലാത്ത പക്ഷമാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ തെരുവിലേക്ക് ഇറക്കരുത്. ഇറക്കിയാൽ അത് തെരുവ് കത്തി നശിക്കും, ഒപ്പം ഞങ്ങളും കത്തിയാലും വേണ്ടിയില്ല എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിയാണ് ഈ പരിപാടിയിൽ പങ്കെടുത്ത എൻ്റെ പ്രിയങ്കരനായ എൻ്റെ ദളിത് സഹോദരിമാർ, പിന്നെ ഞങ്ങളുടെ ഈ പരിപാടിയുമായി കടകളൊക്കെ അടച്ച് സഹകരിച്ചവരുണ്ട്. ഞങ്ങൾ ബലമായി അടപ്പിക്കേണ്ടി വന്നതുണ്ട്. അപ്പോൾ ബലമായി അടപ്പിച്ചവരും ഞങ്ങളോട് സഹകരിച്ചു തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എല്ലാ മനുഷ്യർക്കും ഈ അവസരത്തിൽ ഞാൻ ഹൃദയംഗമായ സ്വാഗതം അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അരൂരുമുത്തോട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നല്ല സമീപനമാണ് ഉണ്ടായത്. അത് ഒരിക്കൽ കൂടി അവർക്കും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം പറയുകയാണ്. എല്ലാ ജനങ്ങൾക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇനി നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് രാവിലെ മുതൽ നടന്ന നീതിയാത്ര ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ശ്രീ KT സുരേന്ദ്രൻ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. സമരസമിതിയുടെ ജനറൽ കൺവീനറാണ് അദ്ദേഹം. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ഇതിൻ്റെ ഈ ഹർത്താൽ എന്താണെന്ന് കേരളത്തിലെ പ്രബുദ്ധരായ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും അറിയാവുന്ന ഒരു സമരം. ഈ സമരത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഹർത്താലിന് അസ്ത്രമായ സംഭവം എന്താണെന്ന് ഏപ്രിൽ മാസം 10-ാം തീയതി കണ്ണൂരിലെ ദന്ത കോളേജിലുണ്ടായ ഒരു മരണവുമായി ബന്ധപ്പെട്ടാണ് നമുക്കറിയാം. ഇത് മരണമാണോ കൊലപാതകമാണോ എന്താണെന്നൊരു വ്യക്തതയില്ലാത്ത സാഹചര്യത്തിലാണ് കേരളത്തിലെ 57 പരം വരുന്ന സംഘടനകൾ ചേർന്നുകൊണ്ട് ഇത്തരമൊരു ഹർത്താലിന് രൂപം കൊടുത്തത്. നമുക്കറിയാം, ഏപ്രിൽ മാസം 10-ാം തീയതി രാവിലെ നിതിൻ രാജ് എന്ന് പറയുന്ന ആ മനുഷ്യൻ അല്ലെ ആ അനുജൻ, ആ മകൻ അദ്ദേഹത്തിൻ്റെ സഹോദരിയെ വിളിക്കുകയാണ് 8:37 വിളിച്ചിട്ട് പറയുന്നത് എന്താണ്, ഞാൻ താമസിക്കുന്ന ഹോസ്റ്റലിൽ ഗ്യാസിൻ്റെ പരിമിതിയുണ്ട്, അതുകൊണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ സാഹചര്യം വളരെ മോശമാണ്, അതുകൊണ്ട് 240 രൂപ എൻ്റെ അക്കൗണ്ടിലിട്ട് തരണമെന്നാണ് നമ്മളുടെ നിതിൻ രാജ് അവസാനമായിട്ട് ആ രക്ഷകർത്താക്കളോടും സഹോദരങ്ങളോടും സംസാരിക്കുന്നത്. 240 രൂപ തൻ്റെ അക്കൗണ്ടിൽ വന്നാൽ തനിക്ക് ഭക്ഷണം കഴിക്കുകയും തുടർന്നുള്ള 2-3 ദിവസങ്ങളിൽ തൻ്റെ വിദ്യാഭ്യാസം നടത്തുവാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് 240 രൂപ ആവശ്യപ്പെടുക. തുടർന്ന് വരുന്ന ഒരു മെസ്സേജ് എന്താണ്, 1:32 അദ്ദേഹത്തിൻ്റെ സഹപാഠികൾ ആ ബിൽഡിങ്ങിൻ്റെ 2 സൈഡിലുള്ള ഇരുനില കെട്ടിടത്തിൻ്റെ സൈഡിൽ നിതിൻ രാജ് എന്ന് പറയുന്ന നമ്മുടെ സഹോദരൻ താഴത്ത് വീണ് കിടക്കുന്നത് കാണിക്കണം. 1:32
അദ്ദേഹത്തിൻ്റെ സഹപാഠികളെല്ലാം കൂടി ആ ദന്ത കോളേജിലെ ക്യാഷ്വാലിറ്റിയിൽ കൊണ്ടുപോവുകയും 2.5 മണിക്കൂർ ആ ക്യാഷ്വാലിറ്റിയിൽ മറ്റോ യാതൊരുവിധ സൗകര്യങ്ങളുമില്ലാത്ത ആ ക്യാഷ്വാലിറ്റിയിൽ 2.5 മണിക്കൂർ ഇടുകയും 3:32 നിതിൻ രാജ് മരിച്ചു എന്ന് പ്രഖ്യാപിക്കുന്നു. തുടർന്ന് അവിടുത്തെ നടപടിക്ക് നമ്മൾ എന്തുവാകട്ടെ അതൊന്നും പാലിക്കാതെ രാത്രി 8:30 അഭിമന്യു എന്ന് പറയുന്ന അഭി എന്ന് പറയപ്പെടുന്ന അവിടുത്തെ ഒരു ജീവനക്കാരൻ രാത്രി 8:30 തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ FIR രേഖപ്പെടുത്തുന്നത്. 6.5 മണിക്കൂർ നിതിൻ രാജ് കെട്ടിടത്തിൻ്റെ മുകളിൽ വീണതാകട്ടെ, അദ്ദേഹത്തെ തള്ളിയിട്ടതാകട്ടെ, ആ 4.5 മണിക്കൂർ ആ ക്യാഷ്വാലിറ്റി അദ്ദേഹത്തിൻ്റെ മരണവുമായി ഇട്ടുബന്ധിട്ട് യാതൊരുവിധ നിയമ നടപടികൾ സ്വീകരിക്കാത്ത ആ ദന്ത കോളേജ്, ആ കോളേജിനെ കുറിച്ച് നമുക്കറിയാം. വർഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ പ്രമാണിമാർ നടത്തിക്കൊണ്ട് അല്ലെ ബ്രിട്ടീഷുകാർ നടത്തിക്കൊണ്ടിരുന്ന ആ സ്ഥാപനം ഗവൺമെൻറ്റിൻ്റെ പൊതുമുതലായിട്ടുള്ള ചില ആളുകൾ തയ്യാറിക്കൊണ്ട് ആ ദന്ത കോളേജ് നടത്തുകയാണ്, യാതൊരുവിധ നിയമ നടപടികളും പാലിക്കാതെ. അപ്പോൾ അത്തരത്തിലുണ്ടായ ഒരു മരണത്തെക്കുറിച്ച് ഈ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നമ്മുടെ നേതാക്കന്മാർ ആവശ്യപ്പെട്ടിട്ട് തൊട്ടടുത്ത ദിവസം മുഖ്യമന്ത്രി അല്ലെ ഗവൺമെൻറ് എന്ത് ചെയ്തു, ഒരു അന്വേഷണ ഏജൻസിയെ ഏൽപ്പിക്കുന്നു. കണ്ണൂർ എസ് പി അന്വേഷിക്കുന്നു. 24 മണിക്കൂറും റിപ്പോർട്ട് കൊടുക്കുന്നു. എന്താ റിപ്പോർട്ട്? 14,000 രൂപയ്ക്ക് വേണ്ടി നിതിൻ രാജ് ഒരു ആപ്പ് വഴി ലോൺ എടുത്തിരിക്കുന്നു. ആ ലോണിൻ്റെ ആളുകൾ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് നിതിൻ രാജ് ആത്മഹത്യ ചെയ്തത്. നമ്മൾക്കതൊന്ന് പരിശോധിക്കട്ടെ. എത്ര വർഷമായി നിതിൻ രാജ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് സകല സാധനങ്ങൾ വാങ്ങിക്കുന്ന ഈ ആപ്പിലൂടെയാണ്. ആ ആപ്പിൻ്റെ സബ്സിഡിയിലൂടെ വാങ്ങിച്ചിട്ട് നാളിതുവരെ 1 രൂപയുടെ ബാധ്യതയില്ല. അവസാനമെടുത്ത 14,000 രൂപയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ആ ഹോസ്റ്റൽ സംവിധാനത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സാമൂഹ്യത്തിലേക്ക് വിളിച്ചിട്ട് 2.5 മണിക്കൂറാണ് ആരാധന ചെയ്തത്. സഹോദരങ്ങളെ, നമ്മൾക്ക് പറയുവാനുള്ളത് ആ മരണത്തോടനുബന്ധിച്ച് നിതിൻ രാജിനുണ്ടായ വിഷയങ്ങളെല്ലാം ജുഡീഷ്യൽ അന്വേഷണം നടത്തി അന്വേഷിക്കണമെന്നാണ് ഈ സമരസമിതി ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ ഒരു കുടുംബത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അദ്ദേഹം പഠിച്ചു വളർന്ന് ജോലി മേടിച്ച് 3 വർഷക്കാലം ശേഷം അവിടെ നിന്ന് വെളിയിലിറങ്ങിയാൽ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം കിട്ടുന്നതിൻ്റെ കോമ്പൻസേഷൻ എന്ന നിലയിൽ 20 കോടി രൂപ കൊടുക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. നമ്മൾക്കറിയാം, കേരളത്തിലെ ഇതിനു മുമ്പ് പല സംവിധാനങ്ങളും ഉണ്ടായപ്പോൾ അതിനെല്ലാം കണ്ണടച്ചിരുത്താക്കുന്ന പോലീസാണ്. ഒരുപക്ഷെ പോലീസിനെ നിയന്ത്രിക്കുന്ന ഇവിടുത്തെ ഗവൺമെൻറ്റുകളായിരിക്കാം. ഏപ്രിൽ മാസം 4-ാം തീയതിക്ക് മുമ്പായിരുന്നെങ്കിൽ ഈ സമരത്തിൻ്റെ ശൈലി ഇതാകുമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ വോട്ടിൻ്റെ തിരിച്ചറിവ് ഞങ്ങൾക്കില്ലാത്തത് കൊണ്ടാണ് ഞങ്ങളുടെ മേൽ ഇത്രമാത്രം സമരാഭാസം നടത്തുന്നതാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഇതിനൊന്നും കാലം വിദൂരമല്ല. നമ്മൾക്കറിയാം, ബിന്ദു എന്ന് പറയുന്ന ഒരു സഹോദരി തിരുവനന്തപുരത്ത് ഒരു വീട്ടിൽ ജോലി ചെയ്യുന്നപ്പോൾ എന്ത് വ്യഗ്രതയായിരുന്നു പോലീസ് കാണിച്ചത്. ഇന്ന് ഇതിന് കാണിച്ച വ്യഗ്രത എന്താ പോലീസ്? പക്ഷെ ഞങ്ങൾ പോലീസുകാരെ കുറ്റം പറയുന്നില്ല. കാരണം പോലീസുകാർ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്. അവരുടെ ഭാഗമായി നിൽക്കുമ്പോൾ അവർക്ക് അങ്ങാട്ട് ചാടാൻ പറഞ്ഞാൽ അങ്ങാട്ട് ചാടുക, ഇങ്ങാട്ട് ചാടാൻ പറഞ്ഞാൽ ഇങ്ങാട്ട് ചാടുക എന്നുള്ള പോലീസിൻ്റെ ഉത്തരവാദിത്വം. പക്ഷേ ഞങ്ങൾ ഈ സമരത്തിലൂടെ ഇന്ന് തുടങ്ങി വെച്ച ഈ ഹർത്താലിൻ്റെ മുന്നണി മാത്രമാണ്, അല്ല ഒരു സൂചന മാത്രമാണ്. ഈ സൂചനയുടെ ഫലമുണ്ടായില്ലെങ്കിൽ ഇപ്പം നമ്മുടെ OK സന്തോഷ് പോലെ കേരളത്തെ നിശ്ചലമാക്കുവാൻ ഈ സംഘടനയ്ക്ക് സാധിക്കും. ഒരു മാറ്റവുമില്ല. കേരളത്തെ നിശ്ചലമായി ഈ സമരം ഇതുകൊണ്ട് തീരുന്ന ഒരു സമരമല്ല. ഈ സമരം തുടർന്ന് ഇതിൻ്റെ ഫോളോഅപ്പ് മാത്രമാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. പക്ഷെ അതുകൊണ്ട് ഞങ്ങളിവിടുത്തെ പൊതുസമൂഹത്തോട് പറയാനുള്ള ഒരു കാര്യം, പട്ടികജാതിക്കാരുടെ ഒരു സമരവുമായി കിടക്കുമ്പോൾ ഞങ്ങളുടെ സമരത്തെ കാണുവാൻ നിങ്ങൾക്ക് കണ്ണടച്ചിരിക്കാനുള്ള ഒരു സംവിധാനമാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റ്. ഞങ്ങൾ വിചാരിച്ചിരുന്നാൽ ഇന്ന് കേരളത്തെ കത്തിക്കുവാൻ ഞങ്ങൾക്ക് സാധ്യമായിരുന്നു. ഈ അരൂർ തുറമൂര് മുതൽ അരൂർ വരെയുള്ള പ്രദേശങ്ങളിൽ നിയമ സംവിധാനം കയ്യിലെടുക്കുവാനുള്ള സാഹചര്യമുണ്ട്. അതിലൊന്നും ആളുണ്ട്, അർത്ഥമുണ്ട്. പക്ഷേ ഞങ്ങളിതൊന്നും ചെയ്യുന്ന ആളുകളല്ല. ഞങ്ങൾ കേരളത്തെ ബഹുമാനിക്കും. കേരള സമൂഹത്തിനോട് ഇന്ത്യൻ ഭരണഘടനയോട് വിധേയപ്പെട്ട ആളുകളെ കൊണ്ടാണ് ഇത്ര സമാധാനമായ ഒരു സമരം ഞങ്ങൾ നടത്തുന്നത്. നിങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കണ്ടുകയാണ്. ഞങ്ങളുടെ പിള്ളേരടക്കം പറഞ്ഞ ഇപ്പം ഇതെല്ലാം ശരിയാക്കി ഞങ്ങൾക്കറിയാം. അവരെയൊക്കെ ഞങ്ങൾ കൂട്ടിയിറക്കി കൊണ്ടുവരുന്നത് ഞങ്ങളുടെ ഇന്ത്യൻ ഭരണഘടനയിലെ ഞങ്ങളുടെ പിതാവിനെ ഞങ്ങൾ സംരക്ഷിക്കുന്നത് കൊണ്ടാണ്. അതില്ലായെങ്കിൽ ഈ രാജ്യത്തെ കത്തിക്കാൻ നിങ്ങൾക്കറിയാവുന്ന ഒരു മുന്നറിയിപ്പ് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിന് അല്ലെങ്കിൽ ഈ ഒരു പ്രതിഷേധ സമ്മേളനത്തിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ പറയുന്നു. നന്ദി, നമസ്കാരം. ഈ സമരത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതിന് വേണ്ടി ശ്രീ അജയ് പ്രിയമുള്ള സഹോദരങ്ങളെ,
എരമണ്ണൂരും അതേപോലെ ഭാഗങ്ങളിൽ വളരെ നല്ല രീതിയിൽ നമ്മൾ സഹകരിച്ച എല്ലാവരോടും നമ്മുടെ പൂർവ്വ കമ്പനിയുടെ പേരിൽ നന്ദി പറയുകയാണ്. അതിനുപരി നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് നമ്മളൊരു കാര്യം ഉറപ്പുവരുത്തുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ജനങ്ങൾ തടഞ്ഞും റോഡ് നിരോധിച്ചും എപ്പോഴും സമരം ചെയ്തു. പക്ഷേ നമ്മളൊരു സമരം നമ്മളെ പ്രതിഷേധം ഉണ്ടായിരുന്നു. എല്ലാത്തിനും സമരാജ്ഞി ജനിച്ചിരുന്ന ഒരു സമരത്തിൽ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളും നമ്മളോട് സഹകരിച്ച അവരെല്ലാവരും അതിനുവരെ പ്രത്യേക ഒരു കാര്യം പറയാറുണ്ട്. നമ്മളെ സമരത്തോട് ചേർന്ന് നിൽക്കാതെ നമ്മളെ ഒത്തുകൊടുത്തവരൊക്കെ നമ്മളെല്ലാവരും ഓർമ്മയിൽ വെക്കണം. ഇന്നത്തെ ഒരു ഇവിടം പറയാണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് എനിക്കൊരു നേതാവില്ല. ബിആർ അംബേദ്കർ അയ്യങ്കാളിക്കും അതിക്ക് മേലെ എന്നെ സംബന്ധിച്ച് ഒരു നേതാവുമില്ല. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഒരു സഹോദരൻ അല്ലെങ്കിൽ എൻ്റെ ഒരു അനുജൻ മകൻ അവർ സംഭവിച്ച ഒരു ദുരന്തത്തിൽ അവൻ്റെ ഒരു കുടുംബം അവർ നീതി ലഭിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും തെരുവിലിറങ്ങിയത്. നമ്മൾ ആരും സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന ആൾക്കാരല്ല. നമ്മുടെ ഇന്നത്തെ ഒരു അന്നം മുടക്കിയിട്ട് തന്നെയാണ് നമ്മളെല്ലാവരും തെരുവിലേക്ക് ഇറങ്ങിയത്. ഈ സമരപരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് എല്ലാവരും സമരപരിപാടി എത്തിച്ചേർന്ന എല്ലാവർക്കും നമ്മുടെ എലമണ്ണൂർ ഒരു കൂട്ടായ്മയുണ്ട്. ജനവിജ്ഞാന വേദിയുടെ പേരിലും നമ്മുടെ സമരസമിതിയുടെ പേരിലും എല്ലാവരോടും ഹൃദയം നിറഞ്ഞ ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ്. ജയ്. അഭിവാദ്യം അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി കാര്യം ചന്ദ്രനെ ആദരവോടെ പ്രിയപ്പെട്ടവരെ, കണ്ണൂർ ഡെന്റൽ മെഡിക്കൽ കോളേജിൽ കൊല ചെയ്യപ്പെട്ട നിധിൻ രാജ് എന്ന പ്രിയപ്പെട്ട മകൻ്റെ മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അർഹമായ ശിക്ഷ കൊടുക്കുന്നത് വരെ നമ്മുടെ ഈ സമരസമിതി അവസാനിക്കുന്നില്ല. ഇതൊരു തുടക്കം മാത്രമാണ് എന്ന് ഞാൻ പറയുന്നു. കാരണം രജനി എസ് ആനന്ദിൽ തുടങ്ങി ഇപ്പോൾ നിധിൻ രാജിൽ അവസാനിക്കുന്ന ഈ ക്യാമ്പസ് കൊലപാതകങ്ങൾക്ക് കൃത്യമായ ഭരണഘടനാ ലംഘനത്തിൻ്റെ മറ്റൊരു മുഖം കൂടിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കൃത്യമായ തുല്യനീതിയും സമത്വവും പാലിക്കപ്പെടാത്ത ഒരു മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ ഉള്ള വിദ്യാർത്ഥികൾ അവരുടെ നിറത്തിൻ്റെയും ജാതിയുടെയും സമ്പത്തിൻ്റെയും പേരിൽ മാനസികമായി പീഡിപ്പിക്കുകയും അവരെ ആത്മഹത്യയുടെ വക്കിലെത്തിക്കുകയും ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റ്. അത് പുറത്തറിഞ്ഞാൽ അവരെ അവരുടെ തുടർ വിദ്യാഭ്യാസത്തിന് തടസ്സമാകുന്ന ഭീഷണിപ്പെടുത്തുക. ഇത് നടക്കുന്നത് ഉത്തരേന്ത്യയിലല്ല. നമുക്ക് നമ്മുടെ നേരെ ഉണ്ടാകുന്ന നീതി നിഷേധത്തിനെതിരെ കേരളത്തിലെ പട്ടികജാതി സമൂഹങ്ങൾ നടത്തിയ നമ്മുടെ നേരെ വരുന്ന ചോദ്യങ്ങളിൽ ഉത്തരവും ഇതാണ്. നിങ്ങൾ ഉത്തരേന്ത്യയിലേക്ക് നോക്കൂ. അവിടുത്തെ പട്ടികജാതിക്കാർ അനുഭവിക്കുന്ന ക്രൂരതകൾ, പീഡനങ്ങൾ നിങ്ങൾ അറിയാഞ്ഞിട്ടാണ്. ഇവിടെ നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങളിവിടെ ആദ്യത്തെ ജന്മങ്ങളാണ് എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് ഒരിക്കലും ഞങ്ങളുടെ നീതി നിഷേധം അറിയുന്നതിന് വേണ്ടി ഉത്തരേന്ത്യയിലേക്ക് പോകണ്ട. ഞങ്ങൾ അറിയുന്നു കേരളത്തിൽ നീതി നിഷേധത്തിൻ്റെ വ്യക്തമായ ഇലക്കായി ഞങ്ങൾ മാറ്റപ്പെടുന്നത് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതിൻ്റെ അവസാനത്തിലെയാണ് നിധിൻ രാജ്. ഒരു ജീവിതത്തിൻ്റെ ഒരു വീടിൻ്റെ ആശയും ആഗ്രഹവും വീടിൻ്റെ സ്വപ്നവും എല്ലാം ഒന്നുമില്ലാതെയായി തീരുന്നത് ഈ ജാതിയുടെ പേരിലാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇതിന് വ്യക്തമായ അന്വേഷണം നടത്താതെ പഠിച്ചു നോക്കുന്ന പോലീസ് സമൂഹത്തിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു വർഷം പേരുകളിലെ വീട്ടമ്മ, ഒരു വീട്ടിൽ ജോലിക്കാരിയായ വീട്ടമ്മ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നു. 3 ദിവസം അവിടെ നിന്നിട്ട് വളരെ അവർക്കവിടെ താങ്ങാൻ പറ്റാത്ത ജോലി ഭാരം കൊണ്ടും കൂലിക്കുറവും മനസ്സിലാക്കി അവർ ജോലി ഉപേക്ഷിക്കുന്നു. 3 ദിവസം അവിടെ ജോലി ചെയ്യുന്നു. വൈകുന്നേരം 5 മണിയോടടുത്ത് ആ വീട്ടമ്മയ്ക്ക് ഫോൺ കോൾ വരുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന്. കാര്യമന്വേഷിച്ചപ്പോൾ നിന്ന വീട്ടുകാർ 3 ദിവസം ചെയ്ത കൂലി പോലീസ് സ്റ്റേഷൻ നൽകാമെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. തെറ്റിദ്ധരിപ്പിച്ചാണ് ബിന്ദുവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴാണ് ബിന്ദു പറയുന്നത്, ആ നിന്ന വീട്ടിലെ ഒരു മാല മോഷണം പോയി എന്നുള്ള ഒരു ആരോപണത്തിൻ്റെ പേരിലാണ് ആ പാവപ്പെട്ട വീട്ടമ്മയെ, ഒരു വീട്ടുജോലിക്കാരിയെ ഒരു രാത്രി മുഴുവൻ കസ്റ്റഡിയിൽ വയ്ക്കുകയും ദാഹജലത്തിനായി ടോയ്ലറ്റിലെ വെള്ളം എടുത്ത് കുടിക്കുകയും ചെയ്ത പോലീസ് എന്തുകൊണ്ടാണ്
നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ അവരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാതെ കേവലം ഒരു ലോൺ ആപ്പിന്റെ പേരിലേക്ക് ഈ കേസിന് വഴിതെറ്റിച്ച് വിടുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എന്തൊക്കെ തന്നെയാണെങ്കിലും നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായ അധ്യാപകരെ സംരക്ഷിക്കുവാനായി നിങ്ങൾ കാട്ടുന്ന വ്യഗ്രത ഞങ്ങൾ മനസ്സിലാക്കുന്നു. കാരണവും ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് അധികാരമില്ല, ഞങ്ങൾക്ക് ഭൂസമ്പത്തില്ല, അധികാരമില്ല, വിഭവങ്ങളില്ല എന്നതിൻ്റെ പേരിൽ കേരളത്തിലെ ആദിമ ജനത ഇന്നും അനുഭവിക്കുന്ന നീതി നിഷേധത്തിനെതിരെ ഒരു താക്കീതായി ഞങ്ങൾ ഈ സമരത്തെ കാണുന്നു. ഒരിക്കൽ കൂടി ഈ നീതി നിഷേധം തുടർന്നു പോയാൽ തെരുവിലിറങ്ങാൻ ഞങ്ങൾക്ക് ഭയമില്ലെന്നും ഞങ്ങൾക്ക് നഷ്ടപ്പെടുവാൻ ഞങ്ങളുടെ ജീവൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ഓർമ്മയോടുകൂടി ഈ സമരമുഖത്ത് നിന്ന് ഞങ്ങൾ തിരിഞ്ഞു നടക്കുന്നില്ല. ഞങ്ങൾ ഇനിയും മുന്നോട്ടാണ്. ഇനിയൊരു നിതിൻ രാജിനായി ഞങ്ങൾ കാത്തിരിക്കില്ല. ഇനി ഞങ്ങളുടെ മക്കൾക്കായി, ഞങ്ങളുടെ വരും തലമുറക്കായി തെരുവിലിറങ്ങേണ്ടി വന്നാൽ, ആയുധമെടുക്കേണ്ടി വന്നാൽ തീർച്ചയായും ഞങ്ങൾ ഇറങ്ങുക തന്നെ ചെയ്യും. ഞങ്ങൾ സമരമുഖത്താണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് അധ്യാപകൻ്റെ റാം എന്നുള്ള അധ്യാപകനെയും സംഗീത തുടങ്ങിയവരും കുറ്റവിചാരണയിലൂടെ ആ കുഞ്ഞിനെ 1 മണിക്കൂറിലധികം കുറ്റവിചാരണ ചെയ്തതും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ്. ആ കുട്ടിയെ 1 മണിക്കൂറിലധികം കുറ്റവിചാരണ ചെയ്യുകയും അതിനുശേഷം പുറത്തിറങ്ങി 1 മണിക്കൂറിന് ഉള്ളിൽ ആത്മഹത്യ ചെയ്യാൻ പറ്റിയ പക്വമായ അതിനേക്കാൾ പക്വതയുള്ള ഒരു കുട്ടിയായിരുന്നു നിതിൻ രാജ്. നിതിൻ രാജ് ആത്മഹത്യ ചെയ്യില്ല എന്ന് നിതിൻ രാജിനെ പോറ്റി വളർത്തിയവരും കൂടപ്പിറപ്പുകളും നിതിൻ രാജിനൊപ്പം +2 വരെ പഠിച്ച സഹപാഠികളും പറയുന്നത് ഡോക്ടർ എന്നുള്ള ഒരു സ്വപ്നം മനസ്സിൽ കുഞ്ഞിലേക്ക് ആലോചിച്ചിരുന്ന നിതിൻ രാജ് അവിടെ അനുഭവിച്ച സിക്ക് റൂമിലാണ് നിതിൻ രാജിനെ അവിടെ താമസിച്ചിരുന്നത്. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഫീസ് നിർണ്ണയിക്കുവാനുള്ള അധികാരം സ്വയം മെഡിക്കൽ കോളേജിലേക്ക് കൊടുത്ത സർക്കാർ അവിടെ ഞങ്ങളുടെ കുട്ടികൾ സുരക്ഷിതരാണോ എന്നുള്ള കാര്യം അന്വേഷിച്ചിട്ടില്ല. അതിനൊരു നടപടിക്രമവും ചെയ്തിട്ടില്ല എന്നുള്ള ഉദാഹരണമാണ് നിതിൻ രാജ് സിക്ക് റൂമിൽ കഴിയേണ്ടി വന്നത്. എന്നിട്ട് പോലും അപകർഷതാബോധം കൊണ്ടു തീണ്ടാതെ അവൻ അവിടെ വളരെ ബോൾഡായിട്ട് അവൻ്റെ ലക്ഷ്യം വിദ്യാഭ്യാസമാണെന്ന് കരുതി മാത്രം നിന്ന നിതിൻ രാജ് ഈ വിചാരണയ്ക്കൊടുവിൽ ആത്മഹത്യമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുവാനുള്ള ആനമണ്ഡന്മാരും ഞങ്ങളുടെ സമൂഹത്തിലില്ല എന്ന് ഞാൻ പറയുന്നു. അതുകൊണ്ട് വീണ്ടും പറയുന്നു, ആ അധ്യാപകനെന്ന് പറഞ്ഞുകൂടാ. കാരണം അധ്യാപകർ എന്നാൽ നമ്മുടെ ഞാനിപ്പോഴും ഗുരുവും ഗോവിന്ദനും ഒരേ സമയം നമ്മുടെ മുന്നിൽ വന്നാൽ നമ്മൾ ആരെ നമസ്കരിക്കുമെന്ന് വൈദ്യുതിന്റെ ഒരു ചിന്തിക്കാറുണ്ട്. അത് പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ മുന്നിൽ ഗുരുവും ഗോവിന്ദനും ആദ്യം വന്നാൽ ഞാൻ ഗുരുവിനെ നമസ്കരിക്കും. കാരണം എനിക്ക് ദൈവത്തിലേക്കുള്ള വഴി കാണിച്ചു തന്നത് എൻ്റെ ഗുരുവാണ്. അപ്പോൾ അങ്ങനെയുള്ള ഗുരുക്കന്മാർ എൻ്റെ മനസ്സിലും ഗുരുതുല്യന്മാരായ എൻ്റെ ഗുരുനാഥന്മാരെ ഓർമ്മിച്ചുകൊണ്ട് സകല ബഹുമാനവും ഓർത്ത് കൊടുത്തുകൊണ്ട് ഞാൻ പറയുന്നു, ഈ അധ്യാപക സമൂഹത്തിന് അപമാനമായ റാമിനെയും സംഗീത തുടങ്ങിയവരെയും കൽപ്പറങ്ങിലടക്കാതെ ഞങ്ങൾ ഇനി ഈ പോരാട്ടം നിർത്തുകയില്ല എന്ന് കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാ സമരപടന്മാർക്കും സഹകരിച്ച എല്ലാ നാട്ടുകാർക്കും ആക്ഷൻ കൗൺസിലിന്റെ പേരിൽ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയിക്കും. അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ശ്രീ സാബു പള്ളിത്തോടിനെ നമ്മളിന്നിവിടെ ഒത്തുകൂടിയത് നമ്മുടെ പ്രിയപ്പെട്ട മോനായ നിതിൻ രാജിനെ അകാരണമായി കൊലപ്പെടുത്തിയതിൻ്റെ ആ ആൾക്കാരെ ഈ നിമിഷം വരെയും അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഭരണകൂടവും തയ്യാറായിട്ടില്ല. ഇതിനുള്ള കാരണങ്ങൾ പോലെ അധികാരവും സമ്പത്തും ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല എന്നുള്ള ധാരണയിലാണ് ഇവിടുത്തെ അധികാരവർഗങ്ങളും പോലീസും നിലപാട് സ്വീകരിക്കുന്നത്. ഇവിടുത്തെ ബഹുമാനപ്പെട്ട പോലീസിനോടും ഇവിടുത്തെ ഗവൺമെൻറ്റിനോടും ഒന്ന് സൂചിപ്പിക്കുകയാണ്. ഗൾഫ് നാടുകളിൽ നിന്നൊരു ഇമെയിലൊരു സന്ദേശം വന്നപ്പോൾ തന്നെ ഈ കേരളത്തിലൊരു MLA പാതിരാത്രിക്ക് പോയി അറസ്റ്റ് ചെയ്ത ഒരു മിടുക്കരായിട്ടുള്ള പോലീസുകാരാണ് ഇവിടെ കേരളത്തിലുള്ളത്. എന്തുകൊണ്ട് ആ മിടുക്ക് ഇവിടെ നിതിൻ രാജിന്റെ കൊലയാളികളെ അറസ്റ്റ് ചെയ്യാൻ ഇവിടെ കേരളത്തിലെ പോലീസിന് സാധിക്കുന്നില്ല? എന്തുകൊണ്ടാണ്? ഞങ്ങൾ കർത്തവർഗക്കാരായിപ്പോയി, ഞങ്ങൾ അയ്യങ്കാരുടെ മക്കളായിപ്പോയി. ഇവിടെ മറിച്ചിരുന്ന ആളുടെയോ ഒരു നമ്പൂരിയുടെയോ ഒരു മുസ്ലിമാരുടെയോ ഒരു ക്രിസ്ത്യാനിയുടെ കൂട്ടത്തിൽ നടന്ന് ഇവിടെ പോയിരുന്നെങ്കിൽ ആ നിമിഷം ഇവിടെ അറസ്റ്റ് നടന്നിരിക്കുമായിരുന്നു. ഒരു FIR പോലും വീണിട്ടില്ല. ഒരു ലോൺ ആപ്പിന്റെ പേരിൽ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടപ്പോൾ പറയുന്നില്ല ലോൺ ആപ്പ്, കൂടുതലൊന്നും പറയുന്നില്ല. ഈ സമരം ഒരു സൂചനയാണ്. ഒരു നിങ്ങൾ നിസ്സാരമായിട്ട് ഈ സമരത്തെ ഈ ജനതയെ കാണാൻ നിൽക്കരുത്. അധികാരി വർഗങ്ങളും പോലീസും
താക്കീതാറ്റിന്റെ പുറകെയാണ്. കാരണമുണ്ട്, ബംഗാളിൽ ദേശത്ത് കേരളത്തിൽ തെക്കേറ്റത്ത് മഹാത്മാ ബംഗാളി ഒറ്റയ്ക്ക് നേരെ തെളിച്ചുകൊണ്ട് പാടന്മാരെ തല്ലിയ ഒരു കാലഘട്ടമുണ്ട്, ഒരു പാരമ്പര്യം ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങളെ കൊണ്ട് എടുപ്പിക്കരുത്. അതെടുക്കാനൊരു സാഹചര്യം ഉണ്ടായാൽ പോലീസിനെയും അധികാരിവർഗത്തെ ഞങ്ങൾ നോക്കില്ല. അത് കൈകാര്യം ചെയ്യുന്ന രീതി തന്നെ ഈ തെരുവിൽ കൈകാര്യം ചെയ്യും. അതുകൊണ്ട് ഇതിൻ രാജ്യത്തെ കൊലയാളികളെ ഉടനെ അറസ്റ്റ് ചെയ്ത് തുറങ്ങിലടക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി പറയുന്നതിന് വേണ്ടി സാധു സാറിനെ ആദരിക്കുന്നു. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കേരളത്തിലെമ്പാടും ആവേശം അത്യുന്നതയിൽ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇനിയും ഇതുപോലുള്ള സാഹചര്യങ്ങളും കൊലപാതകങ്ങളും ഉണ്ടാവാം. നമ്മൾ ജാഗ്രതയോടുകൂടിയിരിക്കണം. ഒരു പിന്നോട്ടില്ല, നമ്മൾ മുന്നോട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. ഈ പരിപാടിയിൽ സഹകരിച്ച എൻ്റെ സ്നേഹമിത്രങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും ആക്ഷൻ കൗൺസിലിൻ്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മളോട് സഹകരിച്ച എല്ലാ നടകളും എല്ലാവരെയും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം നമ്മളോട് സഹകരിച്ച കേരള പോലീസിനോടും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ബംഗാളി, ജയ് ജയ് ജയ്. ഒന്ന് മുദ്രാവാക്യം അവസാനിപ്പിക്കും. സാബ് ജയ് ഭീം 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 അയ്യങ്കാളി സിന്ദാബാദ് അയ്യങ്കാളി സിന്ദാബാദ് അയ്യങ്കാളി സിന്ദാബാദ് അയ്യങ്കാളി സിന്ദാബാദ് അംബേദ്കർ സിന്ദാബാദ് അംബേദ്കർ സിന്ദാബാദ് അംബേദ്കർ സിന്ദാബാദ് അംബേദ്കർ സിന്ദാബാദ് ജനകീയ സമരം 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 സിന്ദാബാദ് ജാതിയില്ല എന്ന് പറഞ്ഞ് ജാതിയില്ല എന്ന് പറഞ്ഞ് ജാതിയില്ല എന്ന് പറഞ്ഞ് ജാതിയില്ല എന്ന് പറഞ്ഞ് ഞങ്ങളിലൊന്നിനെ കൊന്നില്ലേ ഞങ്ങളിലൊന്നിനെ കൊന്നില്ലേ ജാതി പറഞ്ഞു കൊന്നില്ലേ ജാതി പറഞ്ഞു കൊന്നില്ലേ ഞങ്ങളിലൊന്ന് തൊട്ട് കളിച്ചാൽ ഞങ്ങളിലൊന്നിനെ തൊട്ട് കളിച്ചാൽ പ്രക്ഷോഭത്തിൻ ഗതി മാറോ പ്രക്ഷോഭത്തിൻ ഗതി മാറോ പണ്ട് പാഞ്ഞ വില്ലുവണ്ടി പണ്ട് പാഞ്ഞ വില്ലുവണ്ടി ഞങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് എന്നും നിങ്ങൾ ഓർക്കണം അയ്യങ്കാളി സിന്ദാബാദ് അംബേദ്കർ സിന്ദാബാദ് ജനകീയ സമരം സിന്ദാബാദ്. തൽക്കാലത്തേക്ക് ഈ സമരപരിപാടി അവസാനിച്ചായി അറിയിക്കുകയാണ് എല്ലാവർക്കും.